അല്ല, ഇതിൽ ബംഗ്ലാദേശിന് മാത്രമല്ല ഇപ്പോൾ സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് വലിയ സമ്മർദ്ദമാണ് ഈ ബംഗ്ലാദേശ് പ്രശ്നം കൊണ്ടുണ്ടായിരിക്കുന്നത്. നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, ഒരു കാലത്ത് പാകിസ്ഥാനെ ഡീൽ ചെയ്യുമ്പോൾ ആരോട് ഡീൽ ചെയ്യണം എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പട്ടാള മേധാവിയുടെ അടുത്താണോ, മതമേധാവിയുടെ അടുത്താണോ, ഇത് പാർലമെൻ്ററി സിസ്റ്റത്തിൽ കൂടി വന്ന പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്റർക്കാണോ? ഇതേ പ്രോബ്ലം ഇപ്പോൾ മറ്റൊരർത്ഥത്തിൽ ബംഗ്ലാദേശിലുണ്ട്. അവിടെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് നാമമാത്രമായൊരു തലവനാണ്. അദ്ദേഹത്തിന് കാര്യമായ അധികാരങ്ങളൊന്നുമില്ല. ഒരു പപ്പറ്റ് ഗവൺമെൻറ് ആണെന്ന് പറയാം. അത് പട്ടാളത്തിൻ്റെ പപ്പറ്റാണോ, ജമാഅത്തെ ഇസ്ലാമിയുടെ പപ്പറ്റ് ഗവൺമെൻറ് ആണോ? അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിന് കാര്യമായ ഒന്നും അവിടെ ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ നാളുകൾ വേണമെങ്കിൽ എണ്ണപ്പെടാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ഒരു നിലപാട് എടുക്കുന്നതിനനുസരിച്ചായിരിക്കും നിൽക്കുക. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ നമ്മൾ കർട്ടന് പിറകിൽ കാണുന്ന, തിരശ്ശീലയ്ക്ക് പിറകിൽ കാണുന്ന ശത്രുക്കൾ ഇല്ലെങ്കിൽ ശക്തികളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതൊരു പക്ഷേ പട്ടാളമായിരിക്കാം, അതല്ലെങ്കിൽ മതമേധാവികളായിരിക്കാം, റാഡിക്കൽ ഇസ്ലാമിക് മൂവ്മെൻറ്റായ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കാം. ചുരുക്കത്തിൽ ഇത് നമ്മളാണ് ഏറ്റവും അതിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അമേരിക്ക വളരെ ദൂരെ നിൽക്കുകയാണ്. അവർക്ക് അവരുടേതായ തന്ത്രപ്രധാനമായ ചില മേഖലകൾക്ക് കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് കാണിച്ചത്. പക്ഷേ പ്രസിഡന്റ് ട്രംപുമായി പ്രധാനമന്ത്രിക്കുള്ള സൗഹൃദവും നമ്മൾ അമേരിക്കയുമായിട്ടുള്ള പൊതുവിലുള്ള ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഒരു സൗഹൃദമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രഷർ നൽകുന്നതാണ് ബംഗ്ലാദേശിനെ തൽക്കാലത്തേക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഇത് പറയുമ്പോഴും അവിടെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇസ്കോണെ പോലെ, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ്, അതുപോലെ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഒരു സമാധാന സംഘടനയെ, അതിൻ്റെ നേതൃത്വത്തെയാണ് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് രൂക്ഷമാകയാൽ ആയി മാറിനാൽ ഭാരതത്തിന് തീർച്ചയായിട്ടും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഇടപെടേണ്ടി വരും. ആ ഇടപെടൽ ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കേണ്ട ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. അവിടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപരോധമാണോ നല്ലത്, അമേരിക്കയുടെ സമ്മർദ്ദമാണോ നല്ലത്? ഇതല്ലാതെ നമുക്ക് തന്നെ നേരിട്ട് സമ്മർദ്ദം ചെലുത്താൻ പറ്റും. നമുക്കില്ലെങ്കിലും പ്രശ്നമുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ഈ അവിടെ നിന്ന് ഓടി വരാൻ സാധ്യതയുള്ള റെഫ്യൂജീസ്, അഭയാർത്ഥികളുടെ പ്രശ്നം എന്തായിരിക്കും? തീർച്ചയായും. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കിതിനകത്ത് ഒരുപാട് ഉത്കണ്ഠയുണ്ട്, ഇതിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഒരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത് മറ്റൊരു ശക്തിയെ കൊണ്ട് സ്വാധീനിപ്പിക്കുക. അതിൽ അമേരിക്കയുടെ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ് 1.5 മാസത്തിനും വരും. അതേ 50 ദിവസത്തിന് അധികാരത്തിൽ വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രസിഡന്റ് ട്രംപിൻ്റെ ഓഫീസിൽ നിന്ന് ഇന്ത്യക്ക് അനുകൂലമായ സമ്മർദ്ദം ബംഗ്ലാദേശിൽ നടത്താൻ പറ്റും.